ജനുവരി 29 തിങ്കളാഴ്ച പുലർച്ചെ സൂര്യനിൽ നിന്നും M6.8 ക്ലാസ് എന്ന് വിശേഷിപ്പിക്കുന്ന വളരെ ശക്തമായ സോളാർ ഫ്ലെയറാണ് പുറത്തു വന്നത്. നാസയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററിയാണ് തീവ്രമായ ഈ അൾട്രാ വയലറ്റ് ഫ്ലാഷ് പകർത്തിയത്. AR3559 എന്ന് വിളിപ്പേരുള്ള സൺസ്പോട്ടിൽ നിന്നാണ് ഈ ശക്തമായ സോളാർ ഫ്ലെയറിൻ്റെ ഉദ്ഭവം. ഇതിനോടകം തന്നെ M6.8 സോളാർ ഫ്ലെയർ ഭൂമിക്ക് നേരെ പ്രത്യാഘാതങ്ങൾ ഒന്നൊന്നായി ഉണ്ടാക്കിയെന്നാണ് ശ്രദ്ധേയമാകുന്നത്. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഭൂമിയിലുടനീളം കൂടുതൽ ആഘാതങ്ങൾ ഇത് സൃഷ്ടിക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. നിലവിലെ സോളാർ ഫ്ലെയർ എല്ലായ്പ്പോഴും ഉണ്ടാകുന്നത് പോലെ നിസ്സാരമല്ല എന്നതിനുദാഹരണമാണ് ഓസ്ട്രേലിയയിലെ റേഡിയോ ബ്ലാക്ക് ഔട്ട്. സോളാർ ഫ്ലെയർ പൊട്ടിത്തെറിച്ചതറിഞ്ഞ് തൊട്ടു പിന്നാലെ ഓസ്ട്രേലിയയിൽ അത് ഷോർട്ട് വേവ് റേഡിയോ ബ്ലാക്ക് ഔട്ടിന് കാരണമായി. ചുരുക്കി പറഞ്ഞാൽ നിലവിൽ സൂര്യനിൽ നടക്കുന്ന സോളാർ സ്ഫോടനം ഒരു രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒരു ഷോർട്ട് വേവ് റേഡിയോ ബ്ലാക്ക് ഔട്ട് സൃഷ്ടിക്കാൻ മാത്രം ശക്തമാണ്. അതായത് 1 മണിക്കൂറിലധികം സിഗ്നൽ നഷ്ടപ്പെടുകയും അത് ഓസ്ട്രേലിയയിലെ വിവിധ മേഖലയിലെ ഹോം റേഡിയോ ഓപ്പറേറ്റർമാരെയും നാവികരെയും ബ്ലാക്ക് ഔട്ട് ഏറെ ബാധിച്ചു. 30 മെഗാഹെർട്സിൽ താഴെയുള്ള സിഗ്നലുകൾ എല്ലാം തന്നെ അപ്രത്യക്ഷമാകുകയും പലർക്കും ആശയവിനിമയ ശേഷി 1 മണിക്കൂറോളം ഇല്ലാതാകുകയും ചെയ്തു. സൂര്യനിൽ നിന്നുയരുന്ന ജ്വാലയിൽ ഊർജം പ്രാപിച്ച പ്രോട്ടോണുകൾ ഇപ്പോൾ ഭൂമിയിലേക്ക് നിലവിലെ സർപ്പിള പാതയിലൂടെ സഞ്ചരിക്കുന്നു. തൽഫലമായി വരും മണിക്കൂറുകളിൽ S1 ക്ലാസ് റേഡിയേഷൻ കൊടുങ്കാറ്റ് ശക്തമായി ആരംഭിക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. ഇത്തരം കൊടുങ്കാറ്റുകൾ ഭ്രമണപഥത്തിലെ ബഹിരാകാശ യാത്രികർക്കും മറ്റു ഉപഗ്രഹങ്ങൾക്കും അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു. കാരണം അവ റേഡിയേഷൻ എക്സോവർ വർദ്ധിപ്പിക്കുന്നതിനും സെൻസിറ്റീവ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതിനും ഇടയാക്കും. AR3559 സൺസ്പോട്ട് ഭൂമിയെ നേരിട്ട് അഭിമുഖീകരിക്കുന്നില്ല എങ്കിലും പാർക്കർ സ്പൈറൽ എന്ന് വിളിക്കുന്ന ഒന്ന് ചിത്രീകരിക്കുന്നത് പോലെ അതിന് ശക്തമായ കാന്തിക ബന്ധമുണ്ട്. ഇത് മിക്കവാറും ഒരു റേഡിയേഷൻ കൊടുങ്കാറ്റിന് കാരണമാകും. സൺസ്പോട്ട് AR3559 സൂര്യകളങ്കം നമ്മെ നേരിട്ട് ഫേസ് ചെയ്യാത്തതിനാൽ അവ പേടിക്കേണ്ടതില്ല എന്ന് തോന്നിയേക്കാം. എന്നിരുന്നാലും സൗരകളങ്കങ്ങൾ അഥവാ സോളാർ ഫ്ലെയർ സൂര്യൻ്റെ പടിഞ്ഞാറൻ അവയവത്തിനടുത്തായിരിക്കുമ്പോൾ അവയ്ക്ക് നമ്മുടെ ഗ്രഹവുമായി കാന്തികമായി ബന്ധിപ്പിക്കാൻ കഴിയുമെന്നും spaceweather.com അതിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഇത്തരത്തിലെത്തുന്ന റേഡിയേഷൻ കൊടുങ്കാറ്റും ശക്തമായ M6.8 ക്ലാസ് സോളാർ ജ്വാല ഓസ്ട്രേലിയ, ഏഷ്യൻ പസഫിക്, ഇന്ത്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ റേഡിയോ ബ്ലാക്ക് ഔട്ടിന് കാരണമാകുന്നു. ശരിക്കും നാം ഭയപ്പെടുന്ന പോലെ ഒരു ബ്ലാക്ക് ഔട്ട് ഭൂമിയിൽ നടക്കുമോ? ഈ ഒരു സംഭവത്തെ നമുക്ക് ഇതുമായി ഏറെ സാമ്യമുള്ള മറ്റൊരു വിഷയവുമായി കണക്ട് ചെയ്ത് സംസാരിക്കാൻ സാധിക്കും. നിങ്ങൾ സിംപ്സൺസ് പ്രഡിക്ഷനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവർ വളരെ വിരളമായിരിക്കും. കാരണം ഇതിനോടകം വളരെ പ്രശസ്തി നേടിയതും ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ ഒരു കാർട്ടൂൺ പരമ്പരയാണ് ദ സിംപ്സൺസ്. 1987 ആരംഭിച്ച ദ സിംപ്സൺസ് ഇതിനോടകം 760 പരം എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞു. സ്പ്രിംഗ്ഫീൽഡ് എന്ന സിറ്റിയിൽ താമസിക്കുന്ന ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കാർട്ടൂണിലെ എല്ലാ വിധത്തിലുമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. സമൂഹത്തിൽ നടക്കുന്ന വ്യത്യസ്തമായ പല പ്രശ്നങ്ങളെക്കുറിച്ചും ടെക്നോളജി, പൊളിറ്റിക്സ്, ട്രാവൽ തുടങ്ങി ഒരുപാടധികം വിഷയങ്ങൾ ഹാസ്യരൂപേണ ഇവർ ലോകത്തോട് വിളിച്ചു പറയാറുണ്ട്. എന്നിരുന്നാലും എന്തുകൊണ്ട് സിംപ്സൺസ് മറ്റു കാർട്ടൂണുകളെ അപേക്ഷിച്ച് ഇത്രയധികം പോപ്പുലറായി? പലപ്പോഴും സിംപ്സൺസ് എന്ന കാർട്ടൂണിൽ കാണിക്കുന്ന പല കാര്യങ്ങളും അതുപോലെ തന്നെ റിയലായി ലോകത്ത് സംഭവിക്കുന്നുണ്ട്. അതായത് ലോകത്ത് നടന്നിട്ടുള്ള പല വിഷയങ്ങളെക്കുറിച്ചും സിംപ്സൺസ് അതിന് എത്രയോ മുന്നേ തങ്ങളുടെ എപ്പിസോഡുകളിലൂടെ പ്രവചിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഭാവി പ്രവചനം പലപ്പോഴുമായി ഈ കാർട്ടൂണിൽ സംഭവിക്കാറുണ്ട്. ഒരേ എപ്പിസോഡുകളിലും അവർ ഹാസ്യരൂപേണ അവതരിപ്പിക്കുന്ന ഓരോ വിഷയങ്ങളിൽ പലതും ലോകത്ത് പലപ്പോഴായി സംഭവിച്ചിട്ടുണ്ട്. US-ചൈന യുദ്ധം, ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസിഡന്റ് സ്ഥാനം, COVID-19 പാൻഡമിക്, സ്മാർട്ട് വാച്ചുകളുടെ നിർമ്മാണം, എലിസബത്ത് രാജ്ഞിയുടെ മരണം, തുർക്കിയിലെ ഭൂകമ്പം തുടങ്ങി അതിന് ഉദാഹരണങ്ങൾ ഏറെയാണ്. അത്തരത്തിൽ സിംപ്സൺസിൻ്റെ മറ്റൊരു പ്രഡിക്ഷനാണ് 2024 സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന രീതിയിൽ അവതരിപ്പിച്ച ഈ കാണുന്ന എപ്പിസോഡ്. അതായത് പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്കൊരു വേവ് വരികയും
നാടാകെയുള്ള ഇലക്ട്രിസിറ്റി നഷ്ടമാകുന്നതും പെട്ടെന്നുള്ള ഈ ബ്ലാക്ക് ഔട്ടിനെ തുടർന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിശ്ചലമാകുന്നതും കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുന്നതും കൂടാതെ ആകാശത്ത് നിന്നും തീഗോളം ഭൂമിക്ക് നേരെ പാഞ്ഞെടുക്കുന്നതും. ഈ ഒരു എപ്പിസോഡും നിലവിൽ സൂര്യനിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട സോളാർ ഫ്ലെയർ മൂലം ഓസ്ട്രേലിയയിൽ സംഭവിച്ച റേഡിയോ ബ്ലാക്ക് ഔട്ട് കമ്മ്യൂണിക്കേഷൻ തടസ്സങ്ങളും തമ്മിൽ ചെറിയൊരു സാമ്യമുണ്ടെന്ന് ഏകദേശം പറയാൻ സാധിക്കും. എന്നാൽ സൂര്യനിൽ നിന്നും ശക്തമായി S1 ക്ലാസ് റേഡിയേഷൻ കൊടുങ്കാറ്റ് എത്താനുള്ള സാധ്യത ഇനിയും വളരെ കൂടുതലാണ് എന്ന ശാസ്ത്രജ്ഞരുടെ നിഗമനവും, കൂടാതെ 2023 സൂര്യനിൽ പ്രത്യക്ഷപ്പെട്ട ഭീമാകാരമായ കൊറോണൽ ഹോളും അതിനെ തുടർന്ന് വന്ന വാർത്തകളും ഇപ്പോൾ കണ്ട സിംപ്സൺസ് എപ്പിസോഡും തമ്മിലുള്ള ബന്ധം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. സിംപ്സൺസ് പ്രഡിക്ഷൻ ഈ ഒരു വിഷയത്തിൽ സത്യമാകുമോ എന്ന് കാത്തിരുന്നു തന്നെ നമുക്ക് കാണാം.